ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ നിലമ്പൂരിൽ നിന്ന് ചേരുകയാണ്. മുഹമ്മദ് അസ്ലമുണ്ട്, സാജിദ് അജ്മൽ, സെയ്ഫ് സലബ്ദീൻ, മുഹമ്മദ് ഷംസീർ, ഒപ്പം ഷബീർ ഉമർ എന്നിവരൊക്കെ ചേരുകയാണ്. മുഹമ്മദ് അസ്ലമിലേക്ക്. അസ്ലം, എന്തായാലും കണക്കുകൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു, കൃത്യമായ കണക്കുകൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ 73% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. എങ്ങനെയാണ് മുന്നണികൾ ഇതിനെ വിലയിരുത്തുന്നത്? UDFന്റെ കണക്കുകൂട്ടലുകൾ എങ്ങനെയാണ്? സാധാരണ ഉപതെരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് ശതമാനം കുറയുകയാണ് പതിവ്. പാലക്കാട് വളരെ ശക്തമായ മത്സരം 3 മുന്നണികളും കാഴ്ചവെച്ചെടുത്ത് പോലും 6% കുറവ് രേഖപ്പെടുത്തിയിരുന്നു. രാഹുൽ ഗാന്ധിയിൽ നിന്നും പ്രിയങ്ക ഗാന്ധിയിലേക്ക് മണ്ഡലം മാറുമ്പോൾ നടത്തിയ ഉപതെരഞ്ഞെടുപ്പിലും കുറവാണ് രേഖപ്പെടുത്തിയത്. അതേസമയം ഇവിടെ ആ ഒരു കുറവ് ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. 5 മണി വരെയുള്ള ഔദ്യോഗിക കണക്ക് പ്രകാരം 70 കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ 70.7 നമുക്കിപ്പോൾ കിട്ടുന്ന അനൗദ്യോഗിക കണക്ക് പ്രകാരം 73.5 ആണ്. ഒരുപക്ഷെ അത് 73 അല്ല 74 ഇടയ്ക്ക് നിൽക്കുമെന്നാണ് പോസ്റ്റ് വോട്ടുകളോട് കണക്കിലാക്കുമ്പോൾ. അതായത് വലിയ വ്യത്യാസമില്ല, 2% പോലും വ്യത്യാസമില്ലാത്ത രീതിയിലായിരിക്കും. അതായത് ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു കുറവ് കാണാത്ത രീതിയിലുള്ള വാശിയേറിയ തെരഞ്ഞെടുപ്പായിരുന്നു. അതിന്റെ എല്ലാ വാശിയേറിയ പ്രചരണത്തിന്റെ എല്ലാ പ്രതിഫലനവും വോട്ടിങ്ങിലും കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. UDF ക്യാമ്പിന്റെ വിവരങ്ങളാണ് ഞാനും സാജിദും പങ്കുവയ്ക്കുന്നത്. UDF ക്യാമ്പിനെ സംബന്ധിച്ചോളം വളരെ വലിയ ആത്മവിശ്വാസം അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അവർക്ക് ഏറ്റവും കൂടുതൽ ലീഡ് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് വഴിക്കടവും അതോടൊപ്പം തന്നെ മൂത്തേടം പഞ്ചായത്തുകളാണ്. അതോടൊപ്പം തന്നെ ചുങ്കത്തറയിലും കരുളായിലും അവർ സാമാന്യം ഭേദപ്പെട്ട തന്നെ പ്രകടനം കാഴ്ചവെക്കുമെന്ന് പറയുന്നു. കഴിഞ്ഞ LDF ലീഡ് നേടിയ പോത്തുകലിലും അമ്പലമ്പലത്തും തുല്യമായ ഒരു അവസ്ഥയിലേക്ക് വരും. നിലമ്പൂർ മുനിസിപ്പാലിറ്റി തിരിച്ചുപിടിക്കുമെന്ന് അവർ പറയുന്നുണ്ട്. സാജിദൂടെ ചേരുന്നുണ്ട്. ശക്തമായ പോളിംഗ് നടന്നു. ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു ആലസ്യമൊന്നും ഇല്ലാത്ത രീതിയിൽ മഴയുടെ പ്രതികൂലാവസ്ഥയെ മാറ്റി നിർക്കുന്ന തെരഞ്ഞെടുപ്പാണ് നടന്നത്. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിലുള്ള ഒരു പോളിംഗ് സംവിധാനങ്ങൾ? അതോടൊപ്പം തന്നെ UDF ക്യാമ്പിന്റെ അവരുടെ ഒരു ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണ്? നമ്മളിപ്പോ ഇവിടെ UDF നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവർ പോലും പ്രതീക്ഷിക്കാത്ത